പരിസ്ഥ അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മിന്നു ജേസി. ഞാൻ എളിഞ്ഞിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മാർച്ചിലാണ് ആദ്യമായി ഉടുമ്പടി എടുക്കുന്നത്. ഞാൻ ഉടുമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിച്ചു. ഈ ജോലി ലഭിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈമായി PhD ചെയ്യുമായിരുന്നു. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ആണ് ജോലി ലഭിച്ചത്. ജോലി ലഭിച്ചതിനെ തുടർന്ന് എൻ്റെ PhD എനിക്ക് പാർട്ട് ടൈമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇപ്പോൾ 9 തവണ എൻ്റെ ഉടുമ്പടി പുതുക്കി. പല കാരണങ്ങളാൽ എനിക്ക് പാർട്ട് ടൈം ആക്കിയതിനാൽ എൻ്റെ PhD തീസിസ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ താമസം നേരിടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉടുമ്പടി 2ാം തവണ ഉടുമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗമായി വെച്ചത് പരിസ്ഥിതി എത്രയും വേഗം എൻ്റെ തീസിസ് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കണമെന്നായിരുന്നു. ആ അമ്മയുടെ ഇടപെടൽ പ്രകാരം എനിക്ക് ഫുൾ ടൈമായി PhD ചെയ്യുന്ന സ്കോളേഴ്സിൻ്റെ അതേ ടൈമിൽ തന്നെ എനിക്കെൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ 2025 ജൂലൈയിൽ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യുകയും 2025 ഒക്ടോബറിൽ എൻ്റെ ഓപ്പൺ ഡിഫൻസ് നടക്കുകയും ചെയ്തു. 2025 നവംബറിൽ തന്നെ എനിക്ക് PhD അവാർഡ് ചെയ്ത് ലഭിച്ചു. പരിസ്ഥിതി അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും അനുഗ്രഹത്താൽ എനിക്കെൻ്റെ PhD വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായി ഒത്തിരി പേർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിലെ പേപ്പർ ലഭിക്കുമ്പോൾ ഒട്ടും താമസിയാതെ തന്നെ ഞാനത് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കാണ് ഞാൻ എല്ലാ പ്രാവശ്യവും നൽകുന്നത്. അതും പല ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഒട്ടും ഞാനത് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല പേപ്പറുകൾ. എൻ്റെ ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥന ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ബൈബിൾ വായിക്കുന്ന സമയവും പ്രാർത്ഥിക്കുന്ന സമയവും ഒക്കെ ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ചിന്നു ജെയ്സൺ. ഞാൻ ഇലഞ്ഞിയിൽ നിന്നും വരുന്നു. എൻ്റെ സഹോദരിയാണ്. എനിക്ക് ഉണ്ടായിരുന്ന തടസ്സം, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വീടും സ്ഥലവും അന്വേഷിക്കുകയായിരുന്നു. 3 വർഷക്കാലം ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ സഹോദരി മിന്നു ആണ് ആദ്യം ഉടമ്പടി എടുത്തത്, എനിക്ക് വേണ്ടി വീടും സ്ഥലവും ആകാൻ വേണ്ടി. എന്നാൽ എനിക്കതിലുള്ളൊരു തടസ്സം, ഒരുപാട് സ്ഥലങ്ങൾ കാണുമായിരുന്നു, ഞങ്ങൾക്കതിൽ കിട്ടുന്നില്ലായിരുന്നു, ഭയങ്കര തടസ്സമായിരുന്നു. അപ്പം മിന്നു എന്നോട് വന്ന് പറഞ്ഞു, ചിന്നു നേരിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കണം, മാതാവിൻ്റെ അടുക്കൽ വരണമെന്ന്. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് അന്നേരേ തന്നെ ഒരു സ്ഥലം കണ്ടെത്താൻ സാധിക്കുകയും ഉടൻ തന്നെ 1 മാസത്തിനകം രജിസ്ട്രേഷൻ നടക്കുകയും 8 മാസം കൊണ്ട് യാതൊരു തടസ്സവും ഇല്ലാതെ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ തിരുവനന്തപുരത്ത് യാതൊരു പരിചയവും ഇല്ലാത്തൊരു നാടാണ്. എന്നിൽ കൂടിയും ഞങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും അവിടെ ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അതുപോലെ തന്നെ പത്രം കിട്ടിയാൽ പെട്ടെന്ന് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ കൂടുതലായി ചെയ്യാൻ ശ്രദ്ധിക്കുമായിരുന്നു. പല മേഖലകളിലായിട്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിനോടും പരിശുദ്ധ ദൈവകുമാരനോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പൊന്നു എലിസബത്ത് ജെയ്സൺ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി മാസത്തിലാണ്. എനിക്ക് ആദ്യം ജോലി തടസ്സമുണ്ടായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഒരു ജോലി കിട്ടാൻ വേണ്ടി നിയോഗം വെച്ചു. ആ നിയോഗം വെച്ചതിന് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് എനിക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് തന്നെ എനിക്ക് ജോലി കിട്ടി. പിന്നെ എനിക്ക് 27-28 വയസ്സായിരുന്നു അപ്പോഴേക്കും.
എനിക്ക് എൻ്റെ വിവാഹം തടസ്സമായിട്ട് ആയിരുന്നു. പല കാരണങ്ങളാൽ പല ആലോചനകളും വന്നു പോവുകയായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത് പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ ഉടമ്പടി പുതുക്കുകയും 2024 ഡിസംബർ മാസം ഞാൻ ഉടമ്പടി വയ്ക്കുകയും ചെയ്തു. അതിൽ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് എൻ്റെ വിവാഹം തടസ്സം മാറ്റി തരണമേ എന്ന പരിശുദ്ധ അമ്മയോട് ഞാൻ നിയോഗമായിട്ട് തന്നെ വെച്ചു. ആ നിയോഗം വെച്ച് 2 മാസത്തിനുള്ളിൽ ഞാൻ മാതാവിനോട് ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ദൈവവിശ്വാസമുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു ആലോചന കിട്ടണമേ എന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ദൈവവിശ്വാസമുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു ആലോചന വന്നു. എനിക്ക് 2025 ജൂലൈ മാസം എൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഈ ഒരു നിയോഗം അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബം നന്ദി അറിയിക്കുന്നു. ഞാൻ മോളുടെ ഇതിനു വേണ്ടി ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, വിവാഹ കാര്യത്തിന് വേണ്ടി. എൻ്റെ പേര് ഷേർലി എന്നാണ്. ഞാൻ മോൾക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നത്. ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു ആലോചന വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് മോളുടെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഇങ്ങനെയൊന്ന് വേണമെന്ന് ഞാൻ മാതാവിനോട് ഒന്ന് അപേക്ഷിച്ചായിരുന്നു. അതുപോലെ തന്നെ ആ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. വളരെ നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും നന്ദി അറിയിക്കുന്നു. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മിന്നു എന്ന ഈ മകളും 2 സഹോദരിമാരും അമ്മയും 4 പേരും ഉടമ്പടിയെടുത്ത് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും ജീവിത വിഷയങ്ങളെയും പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവ് സമയ ചുരുക്കത്തിൽ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അനുഗ്രഹിച്ച് അനുവദിച്ച് നൽകിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മിന്നുവാണ് ആദ്യം സാക്ഷ്യം പങ്കുവച്ചത്. മകള് PhD പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിലാണ് ജോലി ലഭിച്ചത്. അത് ഉടമ്പടിയെടുത്ത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മകൾക്ക് ജോലി ലഭിക്കുകയും PhD പഠനം റെഗുലർ കോഴ്സിൽ നിന്നും മാറുകയും ചെയ്തു. മകൾ അമ്മയുടെ അരികിൽ ആഗ്രഹത്തോടെ സമർപ്പിച്ചത് ആ പഠനം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുവാൻ വേണ്ടിയായിരുന്നു. ആദ്യമൊക്കെ അതിൻ്റെ തീസിസ് എഴുതുവാൻ ഒത്തിരി ലാഗായി, ഒത്തിരി ക്ലേശിച്ചു. അപ്പോൾ മകൾ പറയുന്നുണ്ട്, 2ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ അവരൊറ്റ നിയോഗം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു. അമ്മ മാതാവ് എൻ്റെ എല്ലാ പരിമിതികളും കണ്ടുകൊണ്ട്, ജോലിയുടെ തിരക്കുകൾ കണ്ടുകൊണ്ട് അമ്മ എന്നെ സഹായിക്കുകയും സമയച്ചുരുക്കത്തിൽ ഏറ്റവും നന്നായി പൂർത്തീകരിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യണമെന്ന് മകൾ വാക്കുകൾ കൊണ്ട് നമ്മളോട് തന്നെ പങ്കുവച്ചു. സാധാരണ റെഗുലർ സ്റ്റുഡൻസ് പൂർത്തീകരിക്കുന്ന അതേ സമയത്ത് മകൾ PhDയുടെ ഓപ്പൺ ഡിഫൻസിലേക്ക് പോവുകയും ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് അത് PhD മകൾക്ക് അവാർഡ് ചെയ്യപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് മൂത്ത സഹോദരി അതോടൊപ്പം പങ്കുവച്ചത് 3 വർഷത്തോളം ഒരു വീടും സ്ഥലവും വാങ്ങുന്നതിനും പണിയുന്നതിനും വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ട് യാതൊരു തരത്തിലും അനുകൂലമായതൊന്നും കണ്ടില്ല. അങ്ങനെ മിന്നു പറഞ്ഞതിന് പ്രകാരമാണ് മൂത്ത സഹോദരി വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് 2 മാസങ്ങൾക്കുള്ളിൽ സ്ഥലം കണ്ടെത്തുവാനും വീട് പണി തുടങ്ങുവാനും 8 മാസം കൊണ്ട് പൂർത്തീകരിച്ചെടുക്കുവാനും അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ എല്ലാ തടസ്സങ്ങളും അപരിചിതമായ സ്ഥലത്തുള്ള എല്ലാ ക്ലേശങ്ങളും മാറ്റിക്കൊടുത്ത് ആ പദ്ധതി സുഗമമാക്കിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പൊന്നു മറ്റൊരു സഹോദരി അതുപോലെ തന്നെ സൂചിപ്പിച്ചത് മകൾക്ക് ലഭിച്ച ജോലിയെയും മകളുടെ വിവാഹം ആലോചിച്ച് പല തരത്തിൽ അതിങ്ങനെ നടക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ച നിയോഗം അമ്മ മാതാവ് വേഗത്തിൽ അനുയോജ്യമായ ഒരു ആലോചന കൊണ്ടുവന്ന് മകളുടെ വിവാഹ ജീവിതം സന്തോഷകരമായി അമ്മ അനുവദിച്ച് നൽകിയതിനെയാണ്. പ്രിയമുള്ളവരെ, ഈ 4 പേരും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉടമ്പടി ജീവിതത്തിൽ അമ്മയോടുള്ള നല്ല ബന്ധം, നല്ല സ്നേഹം, അമ്മ അവരെ പരിപാലിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുള്ള നിരന്തരമായ ശ്രദ്ധ സൂക്ഷിക്കുന്നുണ്ട്.
നമ്മുടെ ജീവിത വിഷയം എന്തു തന്നെയാണെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ഉടമ്പടി നമ്മൾ എളിമയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ സന്നദ്ധരാണെങ്കിൽ അമ്മ കൂടെ നിൽക്കും, പ്രയാസങ്ങൾ മാറ്റിത്തരും, കാര്യങ്ങൾ വേഗത്തിലാകും, സമയച്ചുരുക്കത്തിലും ശുഭകരമായും ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ തന്നെ സാധിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബത്തിൽ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളിലൂടെ നമ്മളോട് പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് അമ്മ മാതാവ് ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.